ആദ്യം തന്നെ കാണിക്കുന്നത് സുമിത്രയും ലാലിയും കൂടി ഫോണിലൂടെ സംസാരിക്കുകയാണ്. സുമിത്ര ലാലിയോട് ബലരാമൻ അപ്പോൾ അത്രത്തോളം വളർന്നു അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ലാലി പിന്നെ സുമിത്രയോട് ബലരാമനെ സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. ബലരാമൻ കുഞ്ഞിനെ സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്രയ്ക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. സുമിത്ര പിന്നെ ലാലിയോട് ഞാൻ ബലരാമനെ സൂക്ഷിക്കണമെന്നോ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുകയാണ്. തുടർന്ന് കൺമണിയുടെ കാര്യം സുമിത്ര ലാലിയോട് പറയുകയാണ്. കൺമണി എല്ലാവരെയും രക്ഷിച്ചു, പക്ഷെ കൺമണിയെ രക്ഷിക്കാൻ ആര് വരും? ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കുകയാണ്. തുടർന്ന് സുമിത്ര പിന്നെ ലാലിയോട് ബലരാമനെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്റെ അടുത്ത ഇര ബലരാമനാണെന്നുള്ള കാര്യം സുമിത്ര ലാലിയെ അറിയിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ലാലിയുടെ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് ബലരാമൻ നല്ല ദേഷ്യത്തിൽ വരികയാണ്. തുടർന്ന് ബലരാമൻ നേരെ ചെല്ലുന്നത് ലാലിയുടെ അടുത്തേക്കാണ്. തുടർന്ന് ലാലിയോട് നല്ല ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. ലാലിയുടെ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. തന്നെ രക്ഷിക്കാൻ ആര് വരും? ഇതോർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണിക്ക് ചുറ്റും ആ ഗുണ്ടകൾ വളഞ്ഞ് തന്നെ കൺമണിക്ക് കാവലായിട്ടുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ശ്രീനിയാണ്. ശ്രീനി കൺമണി എവിടെയാണ് പോയത്, കൺമണിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി വന്നിട്ട് ശ്രീനിയോട് അച്ഛൻ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, കൺമണി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ്. കൺമണിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തനിക്കായിരിക്കും ആദ്യം പണി കിട്ടുക എന്നുള്ള കാര്യം ധനലക്ഷ്മിക്ക് മനസ്സിലായിരിക്കുകയാണ്. തുടർന്ന് ധനലക്ഷ്മി അച്ഛനെ കൺമണിയുടെ സുഹൃത്തായ SI കണ്ണമ്മയെ ഫോണിൽ വിളിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് ശ്രീനിയും ഉണ്ടായ കാര്യങ്ങളെല്ലാം SIയോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് SI ഞെട്ടി നിൽക്കുകയാണ്. എന്ത്, കൺമണിയെ കാണാനില്ലെന്നോ? തുടർന്ന് കംപ്ലൈന്റ് എടുക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന കൃഷും മഹിയും കൂടി സംസാരിക്കുകയാണ്. രണ്ടുപേരും സംസാരിക്കുന്നത് കൺമണിയെ കുറിച്ചാണ്. തുടർന്ന് മഹി പിന്നെ കൃഷ്ണന് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. കൺമണി എവിടെയുണ്ടെന്ന് അറിയുന്നതിന് ഒരാളെ പിടിച്ചാൽ മതി എന്ന് പറയുകയാണ്. അത് മറ്റാരുമല്ല, ബലരാമന്റെ അർത്ഥായ ക്ലീറ്റസിനെ പിടിച്ചാൽ കൺമണി എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള കാര്യം മഹി കൃഷ്ണനെ അറിയിക്കുകയാണ്. അങ്ങനെ കൃഷ് ബലരാമനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ കൃഷും ബലരാമനും നേർക്കുനേർ ഏറ്റുമുട്ടാൻ പോവുകയാണ്.